ഓസ്കാർ കിട്ടിയ ടീമിൻ്റെ വളരെ മോശം VFX സെറ്റപ്പ് ആണെന്നാണ് ഇപ്പോൾ എല്ലാവരുടെയും കംപ്ലൈൻറ്റ്. എന്താണ് ഗൈസ്? രാമായണ മൂവിയുടെ ഗ്ലിംസ് ഇറങ്ങിയതിന് ശേഷം എല്ലാവരും ഇതിനെ ആദിപുരുഷ് മൂവി ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? അപ്പൊ എനിക്കിത് പറയാനുള്ളത് ഇതാണ്, 4000 കോടി രൂപയുടെ രാമായണം എടുത്തു വെച്ചിട്ട് അത് ശരിയായില്ല എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. അവർക്കിനി ഒരു 6 മാസം കൂടി ടൈം ഉണ്ടല്ലോ. ഈ 6 മാസത്തിനുള്ളിൽ അവരത് ഫിക്സ് ചെയ്യും. അപ്പോൾ വിചാരിക്കും എന്നാ പിന്നെ ഫുള്ള് ചെയ്തിട്ട് ഒരു ടീസർ ഇറക്കിയാൽ പോരായിരുന്നു. എന്തുകൊണ്ട് അവർ നേരത്തെ ഒരു ടീസർ ഇറക്കി? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല, അത് അവരോട് ചോദിക്കേണ്ടി വരും എന്താ കാര്യം. വർഷങ്ങൾക്ക് മുമ്പ് ദൂരദർശനിൽ വന്ന സാധനത്തിൽ ഇതിലും ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ ചിലര്. ഇതിലെ CGI വർക്കുകളാണെങ്കിൽ തന്നെ ഇതിനു മുന്നേ ഒരു ഇന്ത്യൻ പടത്തിലും ഇത്രയും CGI വർക്കുകൾ ഇത്രയും ഗംഭീരമായിട്ടുള്ള രീതിയിലുള്ള ഒരു കളർ ടോണിലും കളർ ഗ്രേഡിങ്ങിലും ഞാൻ കണ്ടിട്ടില്ല. ഈ 4000 കോടി മുടക്കിയിട്ട് എന്താണ് ഇത് ഇങ്ങനെ വന്നേക്കുന്നതെന്നാണ് പലരും ചോദിക്കുന്നത്. ആദ്യമേ തന്നെ ഈ പറയാല്ലേ, നിങ്ങൾ ഇത്ര കോടി മുടക്കി ഈ സാധനം ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആളുകൾ എന്താ ചെയ്യുക? നോർമലി ഇവര് ഇത്രയും പൈസ ഇതിന് മുടക്കിയോ എന്നൊക്കെ ആളുകൾ വേറെ മൂവീസ് ആയിട്ട് അത് കമ്പയർ ചെയ്യും. Interstellar 1386 crores, Dune 1 also 1386 crores, Dune 2 1596 crores. ഇത് പിന്നെ നിങ്ങൾ ഒന്നില്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കുക. ഈ ഞങ്ങൾ 4000 5000 കോടി രൂപയൊക്കെയാണ് ഈ പടം ചെയ്യാൻ പോകുന്നത്, എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത്? കൊടുക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ നോക്കും. എന്തായാലും എനിക്ക് പേഴ്സണലായി കണ്ടിട്ടൊന്നും ഒരു മോശമായിട്ടുള്ള ഒരു ഇതും തോന്നിയില്ല. എനിക്ക് തോന്നുന്നു 2 പാർട്ട് ഉണ്ടല്ലോ, രാമായണം ഫസ്റ്റ് സെക്കൻഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ 2 പാർട്ടിൽ ചിലപ്പോൾ ഒരു 200 കോടി ഇതിന് ഒരു 200 കോടി അതിന് അവരങ്ങനെയാണോ ഉദ്ദേശിക്കണെന്ന് നമുക്കറിയില്ല. Single word of dialogue yet. No. This is incredible. But I'm loving the ornate designs of everything. Yeah, the visuals are amazing. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ശരി, കാണാം. സബ്സ്ക്രൈബ് ചെയ്യടാ.